ഹായ് ഫ്രണ്ട്സ്, ഹലോ, മൈ നെയിം ഇസ് മേഹർ അക്ഷയ് തെരേസ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. കാരണം കൽക്കി സുബ്രഹ്മണ്യം പോലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ വന്നുപോയ ബ്ലോഗിലൊക്കെ വന്നിട്ട് സംസാരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം, ഹാപ്പി. ഇതെൻ്റെ സുഹൃത്ത് പ്രിയ. പിന്നെ ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഹൃത്തിക് എൻ്റെ പപ്പയാണ് കേട്ടോ. ഹൃത്തിക് പരിവാറിൽ എൻ്റെ മുത്തശ്ശനാണ് എൻ്റെ അപ്പ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഹൃത്തിക്കിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ചെറിയ ചെറുകുട്ടികളാണ്, എൻ്റെ തൃപ്തിയുടെ കൊച്ചുമക്കളാണ്, തൃപ്തി പരിവാറിലെ. അപ്പോൾ അവർ പേഴ്സണലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ആദ്യം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അറിയാലോ, എൻ്റെ വീട് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. താമസം ഇവിടെ ആലുവ ടൗണിൽ തന്നെ താമസിക്കുന്നത്. പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല. എൻ്റെ പ്രിയയുടെ വിശേഷം പറയുന്നത്, എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. ഇപ്പം ആലുവയിൽ ഇവരുടെ കൂടെയാണ് താമസം. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഒരു കാര്യമുണ്ട്. കാരണം പ്രിയ ഫസ്റ്റ് ആദ്യ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് വിസിബിലിറ്റി വരുന്നതിന് മുന്നേ സർജറി ചെയ്യാൻ ബാംഗ്ലൂർ പോയൊരു വ്യക്തിയാണ്. കുറച്ച് ഡിലേ ഒക്കെ വന്നെങ്കിലും വീണ്ടും സജീവമായി ജെൻഡർ ഐഡന്റിറ്റി എടുത്ത് വീണ്ടും സജീവമായിരിക്കണം പുള്ളിക്കാരി. അപ്പൊ ആ ഒരു സമയം പറഞ്ഞല്ല, ആ ഒരു കമ്മിങ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു സമയം. അപ്പൊ ആ ഒരു സമയത്തുള്ള കമ്മിങ് ഔട്ട് ആയ സമയം ഒരു സിറ്റുവേഷൻ എന്തായാലും പറയുന്നില്ല. കാരണം പേഴ്സണൽ ഇഷ്യൂസ് കുറെ കാര്യങ്ങളുള്ളത്, അതെന്തായാലും പ്രിയ വെളിപ്പെടുത്തുന്നു. ബാക്കി പറഞ്ഞ പ്രിയയുടെ കാര്യം പ്രിയ പറയും. ബാക്കി എന്താ പറയാ, വീട്ടിലെ പ്രശ്നം തന്നെയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് കയറാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ ബാംഗ്ലൂർ സർജറിക്ക് പോയ സമയത്തും അവിടുന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടായ കുറച്ച് ഇഷ്യൂസിന്റെ പേരിലാണ് കമ്മ്യൂണിറ്റി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നീട് നമുക്ക് പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും തിരിച്ച് സർജറി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പം വീണ്ടും തിരിച്ച് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് വീട് വിട്ട് പോകേണ്ട കാര്യം വന്നിട്ടില്ല. കാരണം ഞാൻ ആദ്യം ഡിക്ലറേഷൻ നടന്നത് തന്നെ വീട്ടിലാണ്. ആദ്യം കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലും പിന്നെ കാര്യം പറയാൻ മനസ്സിലാവുന്ന പേരൻസ് ആയതുകൊണ്ട് ഈസി വേ ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നാട് വിട്ട് പോകേണ്ട വന്നിട്ടില്ല. ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ല സൗഹൃദപരമായിട്ട് തന്നെയാണ് പോകുന്നത്. വീട്ടിൽ പോകാറുണ്ട്. വെരി ഹാപ്പി. നാട് വിട്ട് പോകേണ്ട വന്നിട്ടില്ല. അല്ലെങ്കിൽ നാട് വിട്ട് പോകേണ്ട ഒരു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി പുതുതായിട്ട് വരുന്ന എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദ്യവും പഠിക്കുക, എഡ്യൂക്കേഷൻ എടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ തന്നെ നിൽക്കുക കഴിഞ്ഞു. ഫാമിലി പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ഇത് അന്ന് ഉണ്ടായില്ല. എന്റെ കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കണ്ടാൽ തന്നെ പുറത്തുള്ള ആൾക്കാർ ഒരു ജോബ് പേടിച്ച് ഓടുന്ന ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, നമുക്ക് പോലീസിൽ നിന്നാണെങ്കിലും ഇപ്പൊ കിട്ടുന്ന സപ്പോർട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നായാലും ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് തിരിച്ചെനിക്ക് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നത്. വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും സുഖമാണ്. ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറയുന്നത് വീട്ടില് വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് പേരെ കഷ്ടപ്പാട്, ഒരുപാട് പേരെ നന്നായിട്ട് ഫീൽഡ് വർക്ക് ആയാലും അല്ലാതായാലും നല്ല വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പൊ വന്നിട്ട് ഒരാൾക്ക് രാവിലെ വന്നിട്ട് ഐ എം ഓൾസോ ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. അന്ന് ഇതില്ലായിരുന്നു. അതെ, ശരിയപ്പ. ഇന്നിപ്പോ ചാടി എന്നിട്ട് ഉറക്കത്തിലുള്ള ഐ എം ട്രാൻസ്ജെൻഡർ. ഓക്കെ, ഇപ്പൊ കമ്മിങ് ഔട്ട് ആയിട്ട് വന്നില്ലേ, ഇപ്പൊ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി മനസ്സിലാക്കിയ ആ ഒരു നിമിഷം ഉണ്ടല്ലോ. ഞാൻ എഴുത്തിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കൺഫ്യൂസ്ഡാണ്. അയ്യോ, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാട്ടിലെ ശരത്ത്. ആളും ഇതുപോലെ തന്നെ ആയതുകൊണ്ട് സ്കൂളിലൊക്കെ ഞങ്ങൾ ഒരേ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. 100 പേര് നിന്നാലും നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വേവ് ലെങ്തുള്ള ഒരേ മൈൻഡുള്ള ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ ഇന്ന് ശരത്ത് ഒക്കെ ആയിട്ട് ശരത്ത് കാണുന്ന ശരത്തെ ഹായ്. പുള്ളി ഇപ്പോ ഏറ്റുമാനൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹെഡ് നേഴ്സാണ്. പുള്ളിക്കാരൻ ആ വഴിക്ക് പോയി, ഞാൻ വേറെ വഴിക്ക് പോയി. എന്നാൽ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ കാര്യം കോണ്ടാക്ട് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, 1 മുതൽ പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് തന്നെ ഇപ്പോഴും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ പറയുന്ന പോലെ ഒളിച്ചും പാതൊന്നും നമ്മളൊന്നും ഒരു കാര്യം ചെയ്യും. നമ്മള് സ്ട്രൈറ്റ് ഫോർവേഡ്. ഞാൻ കുഞ്ഞാണെന്നുള്ള ജെനുവിനാണ്. ഞാൻ എൻ്റെ കാര്യം വീട്ടിൽ ഓപ്പൺ ആയിട്ട് പറയും. സുഹൃത്തുക്കൾ ചോദിച്ചാലും ഞാൻ പറയും. പിന്നെ കുറെ പേർക്ക് ഇപ്പോഴും അറിയില്ല ട്രാൻസ്ജെൻഡർ എന്താണ്, ലെസ്ബിയൻ എന്താണ്, ഗേ എന്താണ്, ബൈസെക്ഷൽ എന്താണ്. ഇതിനെക്കുറിച്ച് ചിലർക്ക്
ബോധേഡല്ല. അങ്ങനെയുള്ളവർ എന്നെ ഇപ്പോൾ സംബന്ധിച്ച് പക്കാ കുഗ്രാമം ചങ്ങനാശ്ശേരിയാണ് ടൗൺ ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് ഒരു മാറപ്പള്ളി പഞ്ചായത്ത് കാണും. അവിടെയൊക്കെ പെട്ടെന്ന് ഒരാളിങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സമയമായിരുന്നു മുൻപായിരുന്നെങ്കിൽ ചിലപ്പോൾ ജനമൊക്കെ അച്ഛനും അമ്മയും പോലും ചിലപ്പം വെറുത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അവർ അപ്പോഴായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഓക്കെ എനിക്കിഷ്ടമുള്ള ലൈഫ് നീ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള രീതി തന്നെ. നമ്മളൊരു ജസ്റ്റ് ഒരു ഫീമെയിലിന്റെ ഒരു നടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ കളിയാക്കായിരുന്നു ചെയ്യുന്നത്. നമുക്കൊരു കൂട്ടുകാർ പോലും സ്കൂളിൽ ഇങ്ങനെ ആമ്പിളാർ ഒരു സെക്ഷൻ മനസ്സിലായോ, ആമ്പിളാർ എല്ലാവരും ഒരു സെക്ഷൻ നമ്മളോട് കമ്പനി അടിക്കും സംസാരിക്കുമായിരിക്കും. പക്ഷേ ഔട്ടിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും നമ്മളെ കൊണ്ടുപോകില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്ത്രൈണത അവർക്ക് വെളിയിൽ വരുന്ന അവർക്കൊരു കുറച്ചിട്ട് പോലെ തോന്നുന്നു. നമ്മുടെ കൂടെ വരുമ്പോ അവർക്ക് ഇതാണ്. പിന്നെ സെക്ഷുവാലിറ്റി ഒരു പ്രശ്നമാണ് മനസ്സിലായി. ഇവര് അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി മാറിയത് സെക്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ ജെൻഡർ ഐഡന്റിറ്റി മാറുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും പല ആൾക്കാർക്കും അതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ട്രാൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ആദ്യം വരുന്നത് ഒരു സെക്ഷൽ ഒരു ഇതാണ്. എന്തും പറയാം, സെക്ഷുവാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും എല്ലാവരും നമ്മുടെ ഈ ജെൻഡറിനെ നോക്കി കാണുന്നത്. നമ്മൾ അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണെന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടി എന്റെ അമ്മയോടൊക്കെ ഞാൻ ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടേ എന്റെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ അക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ പറയുന്ന പോലെ ആൾക്കാർ പറയും ട്രാൻസിനൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെയാണ്, അറിവില്ല അവർക്ക്. പിന്നെന്താ പിന്നെ ഇപ്പൊ വന്നിട്ട് എല്ലാവർക്കും ഓക്കെയാണ്. ഏത് സിറ്റുവേഷൻ എനി ടൈം ആയാൽ കൊടുത്ത് ട്രാൻസ്ജെൻഡർ തീർന്നു അവിടെ പ്രശ്നം തീർന്നു. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഞാനും ചോദിക്കട്ടെ, പ്രിയ വർഷങ്ങൾക്ക് മുന്നേ കമ്മിങ് ആയിട്ട് വന്നതാണ്. അപ്പൊ ആ സമയത്ത് ട്രാൻസ്മെൻസിന്റെ വിസിബിലിറ്റി എങ്ങനെയാണ്? ഇപ്പോഴും വിസിബിലിറ്റി ഉണ്ടെന്ന് പോലെ അറിയില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു വിഭാഗം ഞാൻ കാണുന്നത് തന്നെ ആദ്യം നമ്മുടെ ബാംഗ്ലൂർ പോയപ്പോഴാണ്. ഞാൻ ആദ്യം കൊല്ലത്തുള്ള 2 പേര് അവരെയാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് തന്നെ. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും ട്രാൻസ്ജെൻഡറിന്റെ ഒരു വിസിബിലിറ്റി എനിക്ക് അത്ര വലുതായിട്ട് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇപ്പൊ പപ്പയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്ര ഗഡ്സ് ഉള്ള ആൾക്കാർ മാത്രമേ ട്രാൻസ്മെൻ ഐഡന്റിറ്റിയിലേക്ക് വരുള്ളൂ. അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ട്രാൻസ്ജെൻഡർ വുമൻസിന്റെ കാര്യത്തിലായാലും ഇപ്പോഴും ജെൻഡർ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ. മുൻപ് പറഞ്ഞ ശരത്ത് അത് പറഞ്ഞാൽ ഇപ്പോഴും ജെൻഡർ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാണ് ജീവിക്കുന്നത്. കാരണം പുള്ളിക്ക് അതിന് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഒരു ഗ്യാപ്പില്ല. പിന്നെ ഫാമിലി സപ്പോർട്ട് ഒരു മെയിൻ ആണ് മുമ്പ് പറഞ്ഞത്. അത് സിറ്റുവേഷൻ അനുസരിച്ച് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാതെ സെപ്പറേറ്റ് വീട് വാടകയ്ക്കൊക്കെ എടുത്ത് മാറുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പോലും ഇത്രയും വർഷമായി നല്ല രീതിയിൽ അവർ ജീവിക്കുന്ന കണ്ടിട്ട് പോലും അംഗീകരിക്കാത്ത. പിന്നെ ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് പുരാണ കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്. ചിലർ വിചാരം ഇത് നമ്മളെന്തോ ഇന്ന് രാവിലെ എടുത്ത് പൊട്ടി പുറപ്പെടുവിച്ച കാര്യമാണ്, വെറുതെ. കാരണം ഇത് പുരാണ കാലം മുതലുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഒളിച്ചു വെക്കും, കുറച്ച് പേര് മുന്നോട്ട് ഇറങ്ങി വരും. കാരണം അവർക്കറിയാം ഇതിന്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ മുന്നോട്ട് ഇറങ്ങി വരും. അതായത് ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇതെന്ത് മാനസിക എനിക്ക് അനുഭവമുള്ളതാണ്. ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ആദ്യം എന്നെ കൊണ്ടുപോകുന്നത് ഒരു സൈക്കാട്രിസ്റ്റിനാണ്. കോട്ടയത്ത് ഒരു ഡോക്ടർ കുന്നൂസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഭയങ്കര ഫേമസ് ആണ്. പുള്ളിയുടെ അടുത്തുമാണ് ആദ്യമായിട്ട് ഉള്ളത്. പിന്നെ അവരുടെ വിചാരം ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് എന്റെ ഇതെല്ലാം മാറി എന്നുള്ള ധാരണയിലാണ് അവർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒതുങ്ങിക്കൂടാ. അതായത് കമ്മ്യൂണിറ്റിന്ന് നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടി, അപ്പൊ പിന്നെ കമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ഇത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആകെ ഫ്രണ്ട്സ് ആയിട്ടും. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് എന്നെ കുറിച്ച് ഞാൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ ധാരണ ഞാൻ മാത്രമാണ്. അപ്പൊ ഞാൻ വീണ്ടും ആണാകാൻ വേണ്ടിട്ട് ഒന്നുകൂടെ ശ്രമിക്കും. പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി വന്നതിന് ശേഷം അവരുടെ വിചാരം ഡോക്ടറെ പക്ഷെ അവർക്ക് അതറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് കാര്യം അവർക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ വീണ്ടും അവർക്കൊരു വിഷമം ഉണ്ടാക്കണ്ട, അല്ല അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ കൂടെ തന്നെ നിന്നു.
അതാണ് ഇത്രയും നാളെ. പക്ഷെ ഈ വർഷങ്ങൾ കഴിയുന്നതോറും നമുക്കൊരു ഇതുണ്ടല്ലോ, എനിക്ക് പുറമോട്ട് എന്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനെന്ന വ്യക്തി ഒരു ശൂന്യമായി പോയി. അയ്യോ, ഒരു കാര്യം ഓർത്താൽ പ്രിയ ഇപ്പൊ വീട് ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് പ്രിയന് ഒരു 7 വർഷത്തിന് പരിചയമുണ്ട് പ്രിയനെ. 2 പ്രിയ അപ്പം ഇത് അല്ലെ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നോ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നത്. 2 ഞാൻ ജെൻഡർ ഐഡന്റിറ്റി മാറി വരുമ്പോൾ നീ എങ്ങനെ മാറി. ഞാൻ അന്നേരമാണ് ഞാൻ പ്രിയയുടെ ബാക്കി ഫ്ലാഷ് ബാക്ക് ഒക്കെ അറിയാം. ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഓടിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു, നീ മുന്നോട്ട് പോവാ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ഞാൻ പറഞ്ഞില്ല, എല്ലാ സർക്കാരും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് കുറച്ചുകൂടി ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാറ്റങ്ങൾ വന്നത്. അതെ, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ജനറേഷൻ ജനിച്ചാൽ മതി ആഗ്രഹിക്കുന്ന പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ ട്രാൻസ്മെൻസിന്റെ ഒക്കെ വീട്ടില് സപ്പോർട്ടാണ്. അമ്മമാരൊക്കെയാണ് സർജറിക്ക് വന്ന് നിന്ന് നോക്കുന്നത്. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയും സർജറി വരുമ്പോ നിന്റെ സർജറിക്ക് എനിക്ക് വന്ന് നിൽക്കണം, ഇത് വീട്ടില് അല്ലെങ്കിൽ ഞാൻ നോക്കാൻ വരാം. ആ ഒരു കാര്യത്തിൽ എപ്പോഴാ സർജറി ഒരു യൂണിവേഴ്സിറ്റിയാണ്, എന്താണ് സർജറി, ഇത് എങ്ങനെയാണ്. കാരണം എന്റെ അമ്മയായാലും എന്റെ നാട്ടിലുള്ളവർക്കായാലും പെട്ടെന്നൊരു, കാരണം എന്റെ നാട്ടിൽ നടക്കാത്തൊരു സംഭവം. അപ്പൊ പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ ജനങ്ങളെ പോലെ എന്താ എന്റെ അമ്മയ്ക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് എങ്ങനെയാണ് സംഭവം, നാച്ചുറാലിറ്റി ആണോ അതോ ഓൾമോസ്റ്റ് ഫീമെയിൽസിനെ പോലെ തന്നെയാണോ അതോ ഇത് എങ്ങനെയാണ് സർജറി കാര്യങ്ങൾ, അതൊന്നും അവർക്ക് അറിയില്ല. അതേപോലെ തന്നെ നമ്മളെ ഇപ്പം ട്രാൻസ് വുമൻസിൽ അവരെ ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്നൊരു, ഇപ്പൊ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എന്താണ് അവരുടെ ഉള്ളിലുള്ളത് അവർക്ക് അറിയില്ല. അതാണ് അറിയേണ്ടത്. അതാണ് അവർക്ക് അറിയേണ്ടത്, എന്താണ് അവരുടെ ഉള്ളിലുള്ളത്. ഇനി ഞങ്ങളെ പോലെ തന്നെ ആണോ അവര് സാധാരണ ഒരു നോക്കുന്നത് സ്വാഭാവികമാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ട്രാൻസ് എന്താ പറയാ എല്ലാം നമ്മുടെ പുറത്ത് കാണിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് ഇതാണ്. അപ്പൊ കാണാൻ അറിയാം. എന്താണെന്നറിയാമോ, നമ്മള് മുൻപ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഹാരാസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാന്തുകൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്കി പക്ഷെ ഇപ്പൊ വന്നിട്ട് നമ്മൾ ജെൻഡർ ഐഡന്റിറ്റി മാറി ഫുൾ ടൈം ഇങ്ങനെ ഒരു ഫീമെയിൽ ആയിട്ട് നടക്കുന്നുണ്ട്. ആരും വലിയതായിട്ട് നമ്മളെ ശ്രദ്ധിക്കണില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ പുറത്ത് പോകുന്നു, തിരിച്ചു വരും, ബാക്കി കാര്യങ്ങളിൽ ഒരു ഹാരാസ്മെന്റ്. എനിക്ക് ജെൻഡർ ഐഡന്റിറ്റി മാറിയതിനു ശേഷം എന്നെ ഒരാളും ഇതുവരെ കളിയാക്കിയ ചരിത്രം ഞാൻ വീട്ടിലില്ല, അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. 2 ഇനി ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ആരുടെ ആൾക്കാരല്ലോ ഓക്കെ എന്താ അവന്റെ ലൈഫ് അവൻ തീരുമാനിക്കും, ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ മുൻപായിരുന്നെങ്കിൽ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആടിക്കൊടിഞ്ഞ് നടക്കുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അത് ഹാരാസ്മെന്റ് കൂടുതലായിരുന്നു. അന്നെന്ന് വെച്ചാൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ലല്ലോ. അന്ന് ഡ്രസ്സ് ഞാൻ എന്റെ ജീവിതത്തില് ഡ്രസ്സ് ആദ്യമായിട്ട് ഇടുന്നത് വീട്ടിൽ ഉപയോഗിച്ചു. ആരും കാണാണ്ട്, ഇപ്പൊ അമ്മയുടെ സാരി ആണെങ്കിലും ചേച്ചിമാരുടെ പാവടയും ഡ്രസ്സും ആണെങ്കിലും ഒക്കെ ആരും കാണാതെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ചെന്നതിന് ശേഷമാണ് ഫുൾ ടൈം ഡ്രസ്സിൽ ഇതാക്കി. അത് ശരിയാണല്ലേ, പണ്ട് കാലത്തുള്ളവരൊക്കെ കേരളത്തിൽ നിൽക്കാതെ എല്ലാവരും പോലെ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൂ. കാരണം കുഞ്ഞിലെ നൈറ്റി ഒക്കെ ഉണ്ടല്ലോ, എന്റെ അമ്മ എനിക്ക് തയ്ച്ചു തന്ന നൈറ്റി ഒക്കെ ഇപ്പോഴും വീട്ടിലിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല, കാരണം കുറെ കാലം അമ്മ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനിട്ടുള്ള വീട്ടിൽ. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴും നേഴ്സറി എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്റെ അമ്മ പറഞ്ഞു, അല്ലാതെ നാട്ടിലുള്ള ചേച്ചിമാരൊക്കെ അറിഞ്ഞൊക്കെ എനിക്കറിയാം, എന്റെ കുഞ്ഞുമാരൊക്കെ പറഞ്ഞെനിക്കറിയാം. നേഴ്സറി പോകുമ്പോൾ നിക്കറൊക്കെ ഇട്ടിട്ട് തല നിറയും. അന്ന് കുറെ മുല്ലയൊക്കെ ഉണ്ട് വീട്ടില്, തല നിറയും. കാരണം അമ്മ ആഗ്രഹിച്ചൊരു കാര്യം, എനിക്കൊരു ബ്രദറുണ്ട്. അപ്പൊ 2ാമത്തെ പ്രഗ്നൻസി ഒക്കെ ആയി ഡെലിവറി ടൈമൊക്കെ അപ്പൊ അമ്മ ഉള്ളുകൊണ്ട് വിചാരിച്ച് പെണ്ണാവണം പെൺകുട്ടി വേണം. കാരണം ഏറ്റവും ആപ്റ്റ്, ഒരു അമ്മയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് ഒരു ലേഡി തന്നെ, ഒരു മകള് തന്നെയാണ്. അപ്പൊ അമ്മ അത് ഉൾക്കൊണ്ട് അമ്മ അത് ആ പെണ്ണ് ഉറപ്പിച്ചു, അച്ഛനും അമ്മയെല്ലാം ഉറപ്പിച്ചു ഇത് പെണ്ണ് തന്നെയാണ്. പിന്നെ ഞാൻ എന്നെ ഡെലിവറി കഴിഞ്ഞു, ആൺകുട്ടിയാണ്. പക്ഷെ വളർന്നു വന്നപ്പോഴത്തേന് അമ്മയുടെ ആഗ്രഹത്തിന് ചുരിദാർ ഇടിക്കുന്നു, അല്ലെങ്കിൽ നൈറ്റി ഇടുന്നു, കണ്ണെഴുതി പൊട്ടുകൊടുന്നു, നേഴ്സറി വിടുന്നു. അന്ന് അതൊക്കെ എൻജോയ്മെന്റ് ആയിരുന്നു. അന്ന് പലരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിലെ ഇവരൊക്കെ ഉണ്ടല്ലോ മക്കളെ പെങ്കൊച്ചാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പെങ്കൊച്ചിൻ്റെയോടുള്ള ഇഷ്ടം അവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല. ഒരു മകളെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ ആ കുഞ്ഞിനെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ വളർന്നു കഴിയുമ്പോൾ ചില പേരൻസ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഇപ്പോ ചാന്തുപൊട്ട് സിനിമയ്ക്കകത്ത് ഇപ്പൊ ദിലീപ് ഒരു പുരുഷനായിട്ട് ജനിക്കുന്നു. അപ്പൊ ആ മുത്തശ്ശി ഒരുക്കിയൊക്കെ വളർത്തിയതിന്റെ ആ ഒരു ഇതിലാണ് അങ്ങനെ ആവുന്നത് എന്നുള്ള. അപ്പൊ എല്ലാവരുടെയും ആ ഒരു ചിന്ത
ഒരു നമ്മുടെ തോന്നലായിരിക്കാം, നമ്മുടെ ഉള്ളുകൊണ്ട് തോന്നുന്നത് കൊണ്ടായിരിക്കും ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുന്നതെന്ന് പലരും എന്റെ ഇങ്ങനെ ആയത് നിനക്ക് അങ്ങനെ ഇതായതാണോ, അത് വെറും തോന്നലായിരിക്കും, ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഒരു കാരണം തന്നെ പപ്പ. കാരണം ഒരാളെ സാഹചര്യം, ഒരാള് എന്താണെന്നറിയാം, ഒരു കുഞ്ഞ് വളർന്ന് വന്ന് അത് തിരിച്ചറിവിന്റെ ഒരു പ്രായമാകുമ്പോഴത്തേന് അതിന് കൺഫ്യൂസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്നറിയോ, കാരണം ഈ കുഞ്ഞുനാളിൽ ഈ ഫീമെയിൽ ടച്ചിനെ വളർത്തിയിട്ട് ഒരു കൺഫ്യൂസ്ഡ് വരും. എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ ആണാണ് പെണ്ണാണെന്നൊരു കൺഫ്യൂഷൻ ആ കുഞ്ഞിനാണ് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ആണാന്ന് വെച്ചിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ആണ് ചമയും. പക്ഷെ ഉള്ളിലുള്ള ആ ഫെമിനിസം നമുക്ക് അല്ലെങ്കിൽ ഒരു ഫെമിനി ക്യാരക്ടർ അത് പോവില്ല. അത് കാരണം ബേസിക് നമ്മൾ കുഞ്ഞുനാൾ പോലെ നമ്മുടെ ഉള്ളിൽ തറവായി പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പരിധി വരെ പേരൻസ് ഇതിനൊക്കെ ഭാഗം തന്നെയാണ്. മനസ്സിലായോ? പേരൻസ് ഒരു പരിധി വരെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ നേരെ മറിച്ച് ഒരു പെൺകൊച്ച് പക്ക അല്ലെങ്കിൽ ഒരു നല്ല ധൈര്യമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ബോൾഡായിട്ട് ജീവിച്ചാൽ അതിന് ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? ഓ ഇവിടെ പെണ്ണ് തന്നെ അത് ക്ലാപ്പ് ചെയ്യും, കാരണം തൻ്റെയോടുള്ള പെണ്ണ്. നേരെ മറിച്ചൊരു ആണ് ഇച്ചിരി സ്ട്രൈഡർ കാണിച്ചാൽ അത് മോശമാണ് സംഭവത്തിൽ. അതെന്താ ഈ രണ്ട് ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ കാര്യമുണ്ട്. ഇപ്പൊ പപ്പയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം ഞാൻ ട്രാൻസ്ജെൻഡറായിട്ട് ആദ്യം പരിചയപ്പെടുന്നത് പപ്പനാണ്. രണ്ടാമത് നമ്മുടെ സൂര്യാമ്മ, ഈശാൻ, അങ്ങനെ അവരൊക്കെ അറിയാന്നുള്ളത് നമ്മളങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, അടുത്ത് അറിയുന്നുണ്ട്. ഇവരൊക്കെ സിറ്റുവേഷൻ എങ്ങനെ പപ്പ ഇപ്പൊ എങ്ങനെയാണ് മാറി ചെയ്യുന്നത്? അപ്പൊ കുറച്ച് ഞാൻ എന്നെ പോലെയാണ്. ശരിയാണ്, നിങ്ങളൊരു പുരുഷനിൽ നിന്ന് സ്ത്രീയാവുന്ന, ഞങ്ങളൊരു സ്ത്രീയിൽ നിന്ന് പുരുഷനാവുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് എന്താ പറയുക ഉള്ളിലോട്ട് വരും, നമ്മൾ ഒരുപാട് ശാരീരികമായിട്ടാണെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ മാറ്റം എനിക്കറിയില്ല, എനിക്കത് ഇപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്, എനിക്കെന്താണ്, ഞാൻ പലതവണ നോക്കി എനിക്ക് ഒരു പുരുഷനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു അമ്മയാവാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. കാരണം എനിക്കത് ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്കത് 100% ഉറപ്പായിരുന്നു. എനിക്ക് ഒരിക്കലും അത് കഴിയില്ല. ഇങ്ങനെ ഞാൻ ഒറ്റപ്പെടുന്നത്, കാരണം എനിക്ക് എൻ്റെ കൂട്ടുകാരെടുത്ത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടുകാരെടുത്ത് പറയാൻ പറ്റുമോ എനിക്ക് ഇങ്ങനെയാണൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, എന്നെ ഒറ്റപ്പെടുത്തുമോ, ഇങ്ങനെ കളിയാക്കുമോ, ആ ഒരു പേടിയായിരുന്നു. അങ്ങനെ നമ്മുടെ പഠിത്തം പോകും, ഇനി എന്നെ പുറത്താക്കൂ, ഞാൻ ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് തോന്നി അറിയത്തില്ല. ആ ഒരു ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നു. അപ്പൊ നിങ്ങളെ സെയിം അതേ സിറ്റുവേഷൻ ഞങ്ങളെ പോലെ അല്ല, നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ വീഡിയോ ഇട്ട് ഇറങ്ങി വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സത്യമാണ്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പെട്ടെന്ന് പറ്റില്ല. ഞങ്ങൾക്ക് വെച്ചിട്ട് ഒന്നും നോക്കാനില്ല, തെരുവിലായാലും കിടക്കാമെന്നുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രശ്നമാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അതിനില്ല, സർജിക്കൽ പ്രോസസ്സിംഗ് ഇവർക്ക് വ്യത്യാസമാണ്. എമൗണ്ട് കൂടുതൽ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് സോഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് സോഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് നമുക്കുണ്ട്. ഈ ട്രാൻസ് വുമന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ ട്രാൻസ് മെന്നിന് ഈ ഓപ്ഷൻ ഇല്ല, അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ കേരളത്തില് 1000 ഏകദേശം ഒരു കണക്ക് 1000 ട്രാൻസ്മെന്റ്സ് ഉണ്ടാവും. പക്ഷെ ആരും പുറത്തോട്ട് വരാത്തത് ഡിക്ലറേഷനുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഓർത്താണ്. കാരണം വന്ന് ജോലി, താമസം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. ഇപ്പോൾ ഒരു ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കും? ഒരു പ്രൈവറ്റ് ഫാമിലി, ഞാൻ ഒരുപാട് അടുത്ത് ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആളാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ട്രാൻസ് ആയതുകൊണ്ട് പറ്റില്ല. അതാണ് മനസ്സിലാവാത്തത്, എന്തുകൊണ്ടാണ് ഇവർ ഈ ട്രാൻസിനെ മാറ്റി. പ്രിയ സംബന്ധിച്ച് പ്രിയ നേവി കോസ്റ്റ് ഗാർഡ് ജോലി ചെയ്ത് കുട്ടിയാണ്. പക്ഷേ ജെൻഡർ ഐഡന്റിറ്റി ഒരു പ്രശ്നമായതുകൊണ്ട് ആ ജോലി കളയേണ്ടത്. നല്ല എമൗണ്ടിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി പെട്ടെന്ന്, പക്ഷേ ആളുടെ ജീവിതം എനിക്കിങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉറച്ച് തീരുമാനം എടുത്ത സമയം തന്നെ ആ ജോലി കാണും. എനിക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. ഒന്ന് ഓർക്കണം, ഈ നല്ല ജോലി, നല്ലൊരു ഓപ്ഷൻ ഇതെല്ലാം കളഞ്ഞിട്ടാണ് തിരിച്ചു ചെയ്യുന്നത്. ഇത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ലൈഫ് ലോങ് ഇങ്ങനെ ഒരു ആണ് ചമഞ്ഞ് അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനെന്ന വ്യക്തി ഒരു ശൂന്യമായിരിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഒന്നുമില്ല. കുറെ വർഷം, ഒരു 60 വയസ്സല്ല 70 വയസ്സ് കഴിയുന്ന ഞാൻ ആരായിരുന്നു? ഞാൻ ആരും അല്ലായിരുന്നു. ഞാൻ ഇതാണ്. പക്ഷെ എറണാകുളം ജില്ലയുണ്ടല്ലോ,
ഒരു ഒന്നൊന്നര ജില്ല തന്നെയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ജെൻഡർ ഐഡന്റിറ്റി വെളുപ്പത് ഈ എറണാകുളം ജില്ല വന്നിട്ടാണ്. കൊല്ലത്തുള്ളവരും എല്ലാം ജീവിക്കുന്നത് ഇത്രയും എറണാകുളം നല്ല വിസിബിലിറ്റി ഞാൻ പണ്ട് ഞാനൊക്കെ എന്റെ 17ാമത്തെ വയസ്സിൽ എറണാകുളത്ത് വരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എറണാകുളം. നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് എറണാകുളത്ത് വന്നതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടായത്, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെയാണ് പിന്നെ ജോലി അവിടെ നിന്ന് മാറി പിന്നെ തൃശ്ശൂർ പോയി അവിടെയും കണ്ടു. പക്ഷെ ഈ പകലൊക്കെ ഇത് ചെയ്യണത് ഇത് തന്നെയാണ്, അതായത് അവര് ട്രാൻസ് ആണെങ്കിൽ പോലും സാധാരണ ഒരു പുരുഷനെ എടുക്കേണ്ട ജോലികളൊക്കെ തന്നെയാണ് അവർ എടുക്കുന്നത്. നമ്മളിപ്പോ ഈ ട്രാൻസ്ജെൻഡർ അല്ലെ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലറേഷൻ നടത്തുന്നു. ഓക്കെ, ഇവരെന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ കാര്യമുണ്ട് എനിക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും ഇപ്പം 100 പേരെടുത്താൽ 70-80 പേരെ പേരൻസ് അംഗീകരിക്കാത്തത് വീട് വിട്ടുന്ന ആൾക്കാരാണ്. എന്താണ് ഇതിനകത്ത് ഇത്ര തെറ്റുള്ള? എന്താണ് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് ഉള്ളിലൊരു ചോദ്യമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവര് ജനിപ്പിച്ച് വളർത്തിയ മക്കളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ സമൂഹം മനസ്സിലാക്കും. അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ അവര് പറയുന്നത് നീ ജനിച്ചത് ഒരു ആണായിട്ടാണ് ജനിച്ചത്, പക്ഷെ നീ ജീവിച്ചതും ആണായിട്ടാണ്. അപ്പൊ നിന്നെ പെട്ടെന്ന് ഒരു പെണ്ണായിട്ട് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ പെണ്ണായിട്ട് കാണാനോ അവർക്ക് കഴിയില്ല എന്നാണ് അവര് പറയണ ഇഷ്യൂ. അപ്പൊ അതിനൊരു ചോദ്യം ഉണ്ട് പ്രിയ, ഒരാടെ ലിംഗാവസ്ഥയാണോ ഒരാടെ ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്? അപ്പൊ മാനസിക തലത്തിന് ഒരു പ്രാധാന്യം ഇല്ല. മനസ്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പേരൻസ്, ഇപ്പൊ നമ്മുടെ ഒരാളുടെ പേരൻസ് എടുത്തു, അവർ ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മക്കളെ വളർത്തുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് പറ്റില്ല? ഇപ്പൊ അവർ കല്യാണം കഴിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്നു. ആ സെയിം തിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന് ഇത്ര വലിയ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യം അതല്ല. ഞാനല്ല ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സിസ്റ്റൻഡർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല സർജറി ചെയ്ത് മാറണമെന്ന്? അതെ, നേരെ മറിച്ച് ഒരു വികലാംഗരായിട്ട് ജനിച്ചാലോ, അല്ലെങ്കിൽ ഒരു 2 കാലില്ല, അല്ലെങ്കിൽ കൈയില്ല, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് കുറെ ആൾക്കാര് അവരെയൊക്കെ അംഗീകരിക്കുന്നു അല്ലേ? അവരെ ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം അതെ, ഇതും അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ്. അസുഖം ഞാൻ പറയുന്നില്ല, അത് മാനസികമായിട്ട് വരുന്നൊരു അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലരും പറയണത് എന്താ, നമ്മുടെ മനസ്സിന്റെ ആണെന്നാ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എത്രയും പേര് എന്നോട് സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിട്ട് വെറുതെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ 1 വർഷം കഴിച്ചാണ് മരുന്ന്. 1 വർഷം. എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എടാ എനിക്ക് പെട്ടെന്ന് സർജറി ചെയ്തൊരു ആണാവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതൊരിക്കലും സാധിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർജറി മാറാൻ പറ്റൂ. എല്ലാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആണ്. അങ്ങനല്ല, അതിന് അതിൻ്റെതായുള്ള രീതികളുണ്ട്. കൗൺസിലിങ്ങിന് പോവുക, നമുക്ക് മെഡിക്കൽ സയൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡോക്ടർ നമുക്ക് സർട്ടിഫൈ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് ഹോർമോൺ ആണെങ്കിലും സർജറിയും ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ്. അത് ഈ ഒരു ഇതിൽ എല്ലാവരുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ശരിയാണ്. എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ഒരു വലിയ പ്രശ്നമാണ്. വിദ്യാഭ്യാസം ഒരു മെയിൻ പ്രശ്നം തന്നെയാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് ഇപ്പൊ ഈ പ്രിയയുടെ കാര്യം പറഞ്ഞാൽ പ്രിയ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്. ഇപ്പൊ പ്രിയ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ജെൻഡറായിട്ട് ജനിച്ചത് പോയതാണോ ഏറ്റവും വലിയ തെറ്റ്? എനിക്ക് സ്ഥാപനത്തില് ജോലി കിട്ടുന്നില്ല. എല്ലാരും പഠിക്കുന്നത് കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞ് എനിക്കറിയാം, നമ്മൾ ജോലിക്ക് പോവാണെങ്കിൽ തന്നെ അവര് പറയണം നീ ഇതിൽ വരണ്ട, ഈ ഡ്രസ്സിൽ വരണ്ട, നിങ്ങൾ പാന്റ് ഷർട്ട് ഇട്ട് വന്നാലും നിങ്ങൾക്ക് ജോലി റെഡിയാണ്. നമുക്കത് പറ്റുമോ? അവിടെയാണ് പലരുടെ എത്രയോ സ്ത്രീകൾ ഈ ജീൻസും ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം പുരുഷന്മാരാണ്. അതെ, എൻ്റെ അടുത്തൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ട്, എടാ ഞാൻ ജീൻസും ഷർട്ടും ടീഷർട്ടൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് എന്താ എനിക്ക് അങ്ങനെ തോന്നാത്ത? ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഡ്രസ്സ് ചെയ്തൊന്നും മാത്രം നിങ്ങളൊരു പുരുഷനാവുന്നില്ല. ചേച്ചി അടുത്ത് ഞാൻ പറഞ്ഞു ഉള്ളിൽ നമുക്ക് തോന്നണം
നമുക്കൊരു പുരുഷനാണെന്ന് തോന്നണം, അല്ലാതെ ചുമ്മാ നമ്മുടെ ശരീരം കീറി മുറിക്കുന്നതല്ല, ഭ്രാന്തല്ല ചുമ്മാ ഇരിക്കുന്ന പിന്നെ ആൾക്കാരുടെ വിചാരം ഉണ്ടല്ലോ ജനിക്കുമ്പോഴേ ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ട്, ചിലതില്ലാതെ അങ്ങനെ ആൾക്കാരുണ്ട്. എന്നോട് പോലെ തന്നെയാണോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഇതുണ്ട്, മനസ്സിലായോ? അവര് ചോദിക്കുന്നത് ഞങ്ങളെ പോലെ തന്നെയാണോ നിങ്ങൾക്കുള്ള എല്ലാം ശരീരഭാഗങ്ങളും എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ചില ആൾക്കാർക്ക്. എന്തൊക്കെയോ കൂടുതലുണ്ടെന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. ആരെങ്കിലും പ്രണയം, ആരെങ്കിലും ഇഷ്ടം ഞാൻ 6 വർഷമായിട്ട് കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ഒന്നല്ല, കമ്മിറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അക്ഷയെ സംബന്ധിച്ച് എൻ്റെ നല്ല സുഹൃത്താണ്. 2 ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു നല്ല ബ്രദറാണ്, ഹസ്ബൻഡാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥാനം ഞാൻ കൊടുക്കും. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് സ്ഥാനം കൊടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ മറ്റൊരാളെ പേടിച്ചോ ഒളിച്ചോ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലും അറിയാം, എൻ്റെ വീട്ടിലും അറിയാം. പിന്നെ ഇഷ്ടമാണ്. നമ്മൾ മാരേജ് ചെയ്തിട്ടില്ല, ലീഗലി മാരേജ് ചെയ്തിട്ടില്ല. പക്ഷെ മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ ഭാരമുള്ള കാര്യമില്ല. ഒരുപാട് അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് സക്സസ് ആകുന്നു, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 6 വർഷത്തിൽ ഞങ്ങൾ അല്ലെങ്കിൽ പലരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ഞാൻ പലരുടെ ജീവിതം കണ്ടിട്ടുണ്ട്. പോരായ്മകളുണ്ടാവാറില്ല, പക്ഷെ അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്ത് മെയിൻകോർ ചെയ്ത് പോകുന്നത്. ഈ 6 വർഷം മെയ് ഒക്കെ ആകുമ്പോഴത്തേന് മാർച്ച് 4 ആകുമ്പോഴത്തേന് 7 വർഷം കഴിഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എന്നെ ഒരാൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുക. എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ എന്നെ മനസ്സിലാക്കിയ ചിലപ്പോൾ അക്ഷയ് പറഞ്ഞൊരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഞാൻ ഐ ആം ഓൾസോ ട്രാൻസ്ജെൻഡറിന് കൂടെ കൊണ്ട് നടക്കാൻ ഒരാളുള്ള കൂടെ കൊണ്ട് നടക്കല്ലേ. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ട്, എനിവൺ സംതിങ് എനിവൺ. ഇതിനെല്ലാം ഈക്വാലിറ്റി ഷെയർ ചെയ്യാൻ ഒരാളുള്ളത് ഒരു വലിയ കാര്യം. ഇപ്പൊ പപ്പയ്ക്ക് തന്നെ അറിയാം, പപ്പ ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന സക്സസ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല. ഇപ്പൊ കൃത്യമ്മയെ പോലെ ഒരാൾ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് അത് ഈ പപ്പയുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പപ്പയുടെ ആ സ്ട്രെങ്ത് മാനേജ് ചെയ്ത് പോകുന്നത്. പപ്പ ഒറ്റക്കാണെങ്കിൽ ഈ സ്ട്രെങ്ത് കിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എത്ര വലിയ സ്ട്രോങ് ആണ്, ബോൾഡ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ ഒരാളുള്ളപ്പോൾ അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാനത് ചോദിക്കാൻ പപ്പ നമ്മൾ ഇത്ര നാൾ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ അക്ഷയനെ ഇത്രയും നാൾ ഒന്നിച്ച് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത്. എനിക്കൊക്കെ അക്ഷയ് എൻ്റെ അടുത്തുനിന്ന് മാറി കിടന്ന് എനിക്ക് ഉറക്കമില്ല. വീട്ടിൽ പോയാൽ ഞാൻ എൻ്റെ തൃപ്തി ഡൽഹി പോയി 2 ആഴ്ച എനിക്ക് ഉറക്കമില്ലായിരുന്നു. രാത്രി ഒന്നും ഉറക്കമില്ലാതിരുന്ന ആളായിരുന്നു ഞാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളിക മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ തൃപ്തിയില്ലാതെ സത്യം എനിക്ക് ഉറക്കമില്ലായിരുന്നു. 2 ആഴ്ച എല്ലാവരും വിചാരിക്കും ഇവർ എന്താണ്, ഇവരുടെ ജീവിതം എങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യുന്നു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവോ, എല്ലാവർക്കും ആ കാര്യങ്ങളാണ് അറിയേണ്ടത്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. ഒരാണും പെണ്ണും എങ്ങനെയാണോ റിലേഷൻഷിപ്പ് വെക്കുന്നത് അതുപോലെ തന്നെയുണ്ട്. ഒരു ആണിനും പെണ്ണിനും വേണ്ട കാര്യങ്ങൾ എന്താ റിലേഷൻഷിപ്പിൽ? വിശ്വാസം, പരസ്പരം മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, സ്നേഹം, പിന്നെ വിട്ടുകൊടുക്കുക, വിട്ടുവീഴ്ച, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടുന്ന മെയിൻ ഘടകങ്ങൾ എന്താന്ന് എല്ലാവർക്കും അറിയാം. ആ സെയിം കാര്യങ്ങൾ തന്നെ ഞങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ചെയ്യുന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പലർക്കും അറിയേണ്ടതാണ് എങ്ങനെയാണ് വരുമാനം എങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോൾ സർജറീസ് ഒക്കെ നല്ല എമൗണ്ട് ഒക്കെ അല്ലേ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സർജറി ചെയ്തിട്ട് അവർക്ക് എന്ത് മാറ്റം അവിടെ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ചോദിച്ചതാണ്. സാധാരണ ലേഡീസിന് വജൈന ലേഡീസിനെ പോലെ തന്നെയാണ് അതോ വേറെ സാധനം എടുത്ത് സെറ്റ് ചെയ്യുക? അപ്പൊ ഞാൻ പറഞ്ഞാൽ സാധാരണ സർജറി ചെയ്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ SRS സർജറിയെ കുറിച്ചൊക്കെ എന്നോട് ആരും ചോദിച്ചാലും ഞാൻ പറയും വീഡിയോസ് കാണാൻ ഡൗട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വെറുതെ വീഡിയോസ് ഒക്കെ കാണണമെന്നും വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡോക്ടറേറ്റ്സ് എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. 2 അവരുടെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ എടുത്തൊന്ന്
കണ്ടു കഴിഞ്ഞ കാരണം എല്ലാവർക്കും ഉപകരിക്കും. കാരണം നാളെ നിങ്ങളുടെ ഒരു മക്കൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി വേ ആയിരിക്കും അവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. അല്ല, ഈ പറയുന്ന നമ്മളെ അടിച്ചമർത്താൻ നടക്കുന്ന പലവർക്കും അറിയില്ല, അവരുടെ തന്നെ തലമുറയിൽ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ. ആരെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, ആരെങ്കിലും ഉണ്ടാവും. എത്രയോ പേര്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ജീവിതം മറച്ചു വെച്ച് ജീവിച്ച് മൺമറിഞ്ഞു പോയ ഒരുപാട് പറഞ്ഞ ദൈവത്തില് തന്നെ നമ്മുടെ ശിവനും പറഞ്ഞ അർദ്ധനാരി സങ്കല്പമാണ്. നമ്മളെല്ലാം അർദ്ധനാരി തന്നെയാണ്. അർദ്ധനാരി മാത്രം പോട്ടെ, പണ്ട് യുദ്ധം നടക്കുമ്പോഴത്തേക്ക് അർജുനും സമൂഹം യുദ്ധം നടക്കുമ്പോഴത്തേക്ക് ശിവന്റെ മുന്നിൽ ജയിക്കുന്നത് അന്നേ ഈ പറഞ്ഞ വാക്കുകൾ വേടുകളും ഒക്കെ ഉള്ളതാണ്. അന്നേ ഇത്രയും ആൾക്കാരും ഉള്ളതാണ്. അപ്പൊ പിന്നെ പുതിയതായിട്ട് ആരും ഒന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നില്ല. സ്ത്രീയും പുരുഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. അതെ. പക്ഷെ ഒരു കാര്യമാണ്, ഒരു പെണ്ണിനുള്ളതിനെക്കാട്ടിലും ഒരു പുരുഷനുള്ളതിനെക്കാട്ടിലും മെന്റലി ആന്ന് പറഞ്ഞാലും ഫിസിക്കലി ആന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഒന്ന് വേറെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഏത് സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒന്ന് വേറെയാണ്. പക്ഷെ ഒരു പെണ്ണാണെങ്കിൽ ചിലപ്പം എടുക്കുന്നത് ഒരു നമുക്ക് രണ്ട് സൈഡിലും ചിന്തിക്കാൻ പറ്റും. ഒരു പുരുഷന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റും, സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അതെ ശരിയാണ്. പക്ഷെ ആണും പെണ്ണും പകർന്ന ചില സിറ്റുവേഷൻസ് പോലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈസിയിലാണ്, വളരെ ഈസി. കാരണം പെട്ടെന്ന് ത്രോട്ടുകൾ വന്നു സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞാലും ശരി. കാരണം അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് സൊസൈറ്റി തന്നെയാണ്. എന്താ പറയുക, കുഞ്ഞുനാൾ മുതൽ ഈ കളിയാക്കൽ, ഹരാസ്മെന്റ്, ഇതെല്ലാം ആ ഒരു സിറ്റുവേഷൻ നമ്മളെ തന്നെ മോൾഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ അങ്ങനെയാണ്. നമ്മളെ കളിയാക്കുമ്പോഴും മാറ്റി പറയുന്നത് ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്ത് പിന്നെ ആരെന്നെ കളിയാക്കലും ഓക്കെ, അത് അവരുടെ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് വിശ്വസിക്കുന്നത്, അവർ അവരുടെ ആറ്റിറ്റ്യൂഡ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ